കുറച്ച് വർഷങ്ങളായി കേരളം ഗുണ്ടകളുടെ പറുദീസയായി മാറുന്നു. ഇത് വാസ്തവമാണ്. ഗുണ്ടകളെ ആരാണ് ഊട്ടി വളർത്തിയതെന്നോ ആര് പിന്തുണച്ചെന്നോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു വിശകലനത്തിന് പ്രസക്തിയുമില്ല. ഒരു ഗുണ്ടയ്ക്കൊരു ടെറിട്ടറി, ആ സാമ്രാജ്യം ഗുണ്ട ഭരിക്കും. പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഗുണ്ടകൾ നാട് വാണിയിടും കാലം അത് അവസാനിച്ചിരിക്കുന്നു. ഇനി ആ പണി ഉണ്ടാവില്ല. ഗുണ്ടകൾ പണി നിർത്തി വീട്ടിൽ പോകണം. ഇവിടെ ഒരു സർക്കാരും ആഭ്യന്തര വകുപ്പും ഉണ്ട്. ഗുണ്ടകൾ ജോലി ചെയ്ത് ജീവിക്കട്ടെ, അല്ലാതെ ഗുണ്ടാ പിരിവിലൂടെ ഇനിയും അടിച്ചു പൊളിക്കാമെന്ന് കരുതണ്ട. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷങ്ങളും അതിൻ്റെ റീലുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഗുണ്ടകൾക്ക് ഫാൻ പേജുകളും ആരാധകരും. ഗുണ്ടകളും മനുഷ്യരാണ്, അവരാഘോഷിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ബർത്ത്ഡേ പാർട്ടിക്ക് കേക്ക് മുറിക്കുന്നത് വടിവാൾ കൊണ്ടാണോ? അത് ശരിയാണോ? അത് അത്ര നല്ല കാര്യമാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ലഹരിയുടെ കേന്ദ്രങ്ങളാണ് ഇത്തരം കോക്കസുകൾ. മാരകമായ ലഹരിയുടെ ഹബ്ബുകളാണ് ഗുണ്ടകൾ സൃഷ്ടിക്കുന്നത്. ലഹരി തേടി ഇവിടെ വരുന്ന സങ്കേതങ്ങളിലെത്തുന്ന കുട്ടികൾ ഗുണ്ടാ സംഘത്തിന്റെ അടിമകളായി മാറുകയാണ്. ആദ്യം തന്നെ കിട്ടുന്ന ആവേശം പിന്നീട് ഉണ്ടാകില്ല. ക്രൈമുകളിൽ കുടുങ്ങി പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ ഇവർ പെട്ടുപോവുകയാണ്. വാഹനങ്ങളാണ് കുട്ടികളെ ആകർഷിക്കാൻ ഇവർ ഉപയോഗിക്കുന്നത്. നല്ല ബൈക്കുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കും. ഇവർ കുട്ടികളെ ആകർഷിക്കുന്നു. പിന്നീട് നാട്ടിൽ ഏറ്റവും വലിയ ഗുണ്ടകളായി അവരെ രൂപാന്തരപ്പെടുത്തുന്നു. നാട്ടിലൊരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ ഗുണ്ടാ പിരിവ് കൊടുക്കണം, കപ്പം കൊടുക്കണം. ഭരണകക്ഷി പിടിപാടുണ്ട്, പോലീസ് ചോദിക്കില്ല എന്നത് പഴങ്കഥ. അതാത് സ്റ്റേഷൻ അതിർത്തിയിലെ സകല ഗുണ്ടകളോടും പണി നിർത്താൻ സ്റ്റേഷൻ ഓഫീസർമാർ, SHOമാർ വീട്ടിൽ വന്ന് സ്നേഹത്തോടെ പറയും. എന്നിട്ടും ഗുണ്ടാപ്പണി ചെയ്യും എന്ന നിർബന്ധം പിടിച്ചാൽ സ്നേഹം അങ്ങ് ഒഴിവാക്കും. നാടിന്റെ സ്വൈര്യ ജീവിതം പ്രധാനമാണ്. ജീവന് സ്വത്തിന് സുരക്ഷിതത്വം, അതാണ് പോലീസിന്റെ ദൗത്യം. സമാധാനപരമായ നൈറ്റ് ലൈഫ് പ്രധാനമാണ്. അതിന് ഗുണ്ടകൾ ഒതുങ്ങണം, അവരെ ഒതുക്കണം. ഓപ്പറേഷൻ ഗ്രിപ്പ് ആരംഭിച്ചു കഴിഞ്ഞു, അറസ്റ്റുകളും ആരംഭിച്ചു കഴിഞ്ഞു. കാപ്പയുടെ ഗതി എങ്ങനെ കൂട്ടാമെന്നതടക്കം ഗൗരവമായി നമ്മൾ ആലോചിക്കുകയാണ്. സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്യുന്ന ഭീഷണിയും സൈബർ ഗുണ്ടായുസവും ഗ്രിപ്പ് കൈകാര്യം ചെയ്യും. നിയമത്തിൽ നിന്ന് വഴുതി പോകാമെന്ന് ഒരു ഗുണ്ടയും വിചാരിക്കേണ്ട. ഗ്രിപ്പ് പിടിമുറുക്കും. തുഫാൻ പോലെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായി ഗ്രിപ്പിനെ മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരള സമൂഹം തുഫാന് നൽകിയ ജനപിന്തുണ ഇതിന് നൽകണം. ഗുണ്ടകൾക്കെതിരെ ജനങ്ങൾ പരാതി പറയണം. ഗുണ്ടകളെ പേടിക്കണ്ട. ഒരു ഗുണ്ടയും നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി ഗുണ്ടകൾ നിങ്ങളെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. ഓരോ ഗുണ്ടയെയും ഭയപ്പെടുത്താൻ കഴിയത്തക്ക ശക്തി ജനങ്ങൾക്കുണ്ട്. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമാകാൻ കേരളത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.